ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കല്യാണി തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഒരു കയ്യിൽ വടി കുത്തിപ്പിടിച്ച് അങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നുണ്ട്. എന്തായാലും രതീഷിന്റെ അരികിലേക്ക് പോകുമ്പോൾ അയാളെ അവിടെ കയറ്റുന്നു പോലും ഇല്ല. അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവനിങ്ങനെ റോഡിൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒരു നേരത്തെ വെള്ളത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിനൊന്നും ഒരു വകയില്ലാതെ പൈപ്പ് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് റോഡിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ അവനിങ്ങനെ മലർന്നങ്ങനെ കിടക്കുകയാണ് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കല്യാണിയും കിരണും കാണുകയാണ്. കല്യാണിക്ക് അതൊരു വിഷമാവുന്നുണ്ട്. കിരൺ ചോദിക്കുന്നുണ്ട്, എന്താ കല്യാണി, നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ ഇത് കാണുമ്പോൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അയാളോട് സ്നേഹമൊന്നും തോന്നിയിട്ടല്ല, പക്ഷേ നമ്മൾ ഇപ്പോൾ പുറത്ത് വേറെ ആരായാലും ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കില്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ ഇയാളല്ലെങ്കിൽ വേറൊരാളായാലും എനിക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ എന്ന് കല്യാണി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുകയാണ്, നീ അധികം സഹതാപം കാര്യങ്ങളൊന്നും കാണിക്കേണ്ട. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഇപ്പോഴും കൊല്ലാൻ വേണ്ടി തന്നെയാണ് അയാളുടെ മകനും നടക്കുന്നത്. അതുകൊണ്ട് നീ അധികം സഹതാപം അയാളോട് കാണിക്കേണ്ട എന്ന് പറയുമ്പോൾ, ഇല്ല, സഹതാപത്തിൻ്റെ അല്ല, എന്തായാലും അയാൾക്കൊരു കിടക്കാൻ ഒരു ഇടവും ഭക്ഷണവും കിട്ടുന്ന രീതിയിൽ അയാളെ ഒന്ന് സുരക്ഷിതയാക്കണം എന്തായാലും. ഇല്ലെങ്കിൽ നാളെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു തീരാദുഃഖം തന്നെ ആയിരിക്കും എനിക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന് കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ അമ്മൂമ്മ താമസിക്കുന്ന ആ ഒരു വൃദ്ധസദനത്തിലേക്ക് അവിടേക്ക് ആക്കി കൊടുക്കുകയാണ് നമ്മുടെ പ്രകാശന്. അങ്ങനെ പ്രകാശന് അവിടെ ചെന്ന് അവിടെ 3 നേരം ഭക്ഷണവും അതുപോലെ കിടക്കാനൊരിടവും സുഖസുന്ദരമായ ജീവിതമാണ് പിന്നെ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും അവിടെയുള്ളവർ കല്യാണിയെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കും. കിരൺ സാർ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുപോലെ അമ്മൂമ്മയും നമ്മുടെ പ്രകാശിൻ്റെ മനസ്സിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കല്യാണി മോളെ നീ എന്തെല്ലാം ദ്രോഹിച്ചിട്ടുണ്ടടാ, കല്യാണി മോൾ നിന്നെ എപ്പോഴെങ്കിലും തിരിച്ച് ദ്രോഹിച്ചിട്ടുണ്ടോ? ഇപ്പോഴും കണ്ടില്ലേ, അവൾ നിന്നെ സഹായിക്കുകയല്ലേ ചെയ്ത്. അതേ സ്ഥാനത്ത് നിന്റെ മകനെ കൊണ്ട് അവൻ എല്ലാവരെയും രാത്രി കക്കാൻ കയറിയിട്ട് എല്ലാവരുടെയും തലക്കടിച്ച് അവനിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നീ ഇനിയെങ്കിലും മാറുമോനെ, ഇല്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു രക്ഷയുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ കല്യാണിയെക്കുറിച്ച് കണ്ടും കേട്ടും അതൊക്കെ പ്രകാശൻ എതിർക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ആ ഒരു കാര്യത്തിൽ അവൻ അങ്ങനെ സ്വയം മനസ്സിലാക്കി തുടങ്ങുകയാണ്. എന്തായാലും പ്രകാശന് നല്ലൊരു മാറ്റം തന്നെയാണ് ഇതിന് ശേഷം ഉണ്ടാവാൻ പോകുന്നത്. കല്യാണിയെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. അതുപോലെ കല്യാണിയും കിരണും ആ വൃദ്ധസദനത്തിലേക്ക് വരുമ്പോൾ അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കല്യാണിയോടും ദീപയോടും മാപ്പ് പറയുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം. നമ്മുടെ പ്രകാശന് നല്ലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതിനുശേഷം എന്താകുന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്